കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിപ്പതാലിൽ കാട്ടാനാക്രമണം. ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ സഹോദരങ്ങളുടെ വീടുകൾ തകർത്തു. ചുരുളിപ്പതാൽ ഇടത്തട്ടിലാണ് ആന വൻ നാശം വരുത്തിയത്. ചുരുളിപ്പതാൽ ഇടത്തട്ടിൽ കാട്ടാനാക്രമണത്തിൽ സഹോദരങ്ങളുടെ വീടുകളാണ് തകർന്നത്. ചേലച്ചുവെട്ടിൽ പത്രോസ്, ബേബി എന്നിവരുടെ വീടുകളാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാനകൾ ആക്രമിച്ച് നശിപ്പിച്ചത്. സംഭവ സമയത്ത് വീടുകളിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പത്രോസ് മകനുമായി ആശുപത്രിയിൽ പോയിരുന്നതിനാൽ കുടുംബം വീട്ടിലുണ്ടായിരുന്നില്ല. ബേബിയുടെ കുടുംബവും വീട്ടിൽ നിന്ന് മാറി നിന്ന സമയത്താണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ഇതോടെ മനുഷ്യജീവന് ഭീഷണിയുണ്ടാകാതെ രക്ഷപ്പെടുകയായിരുന്നു. രാത്രിയോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ വീടുകളുടെ വാതിലുകളും ജനാലകളും തകർത്താണ് അകത്ത് കിടന്നത്. വീടിനുള്ളിലെ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളും വീട്ടുപകരണങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഭാഗങ്ങൾ തകർത്ത കാട്ടാനകൾ അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ തിന്നു. വീടുകളുടെ മുൻഭാഗങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. എൻ്റെ അനിയൻ്റെയും ഭവനം ഇന്നലെ രാത്രി കാട്ടാന നശിപ്പിച്ച് വാഷിംഗ് മെഷീൻ, ഒരുപാട് ജനലെല്ലാം അടിച്ചു തകർത്ത് വീട്ടിലെ ഉപകരണമെല്ലാം അടിച്ചു നശിപ്പിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഉൾപ്പെടുന്ന ജനവാസ മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. സമീപ വനമേഖലയായ പാലക്കുളം, മണിയാർക്കുടി ഭാഗങ്ങളിൽ നിന്നാണ് കാട്ടാനകൾ സ്ഥിരമായി ഈ പ്രദേശത്തേക്ക് എത്തുന്നതെന്നും നാട്ടുകാർ പറയുന്നു. കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും കൃഷിഫലങ്ങൾ തിന്നുന്നതും ഇവിടെ പതിവായിരിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ശല്യം കാരണം പ്രദേശവാസികളും ഭീതിയിലാണ്. ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ എത്തുന്നത് തടയുവാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നും രാത്രികാല നിരീക്ഷണം ശക്തമാക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം.